മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എങ്ങനെയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയായത്? എന്താണ് മഹീന്ദ്ര ഗ്രൂപ്പിന്റെ കഥ? MM540യും ബൊലേറോയും സ്കോർപിയോയും ഥാറും അടങ്ങുന്ന അനവധി ഹിറ്റുകളെ ഉണ്ടാക്കിയ ഒരു ഓട്ടോമോട്ടീവ് കമ്പനി മാത്രമല്ല മഹീന്ദ്ര. എണ്ണിയാലൊടുങ്ങാത്ത ബിസിനസ് സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുത്ത് 100-ലധികം രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന ഇന്ത്യൻ വിപ്ലവമാണ്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് മഹീന്ദ്ര ഗ്രൂപ്പിന്റെ കഥയാണ്. ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ച് ജീവിതത്തിൽ പകർത്തേണ്ടതുമായ പാഠങ്ങളുള്ള കഥ. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്ന സമയത്ത് 1892 ഇന്നത്തെ പഞ്ചാബ് പ്രവിശ്യയിലെ ലുധിയാന എന്ന് പറയുന്ന സ്ഥലത്താണ് ജഗദീഷ് ചന്ദ്ര മഹീന്ദ്ര ജനിക്കുന്നത്. JC മഹീന്ദ്ര എന്നാണ് അദ്ദേഹത്തെ ഇപ്പോഴും വിളിക്കാറുള്ളത്. 9 മക്കളിൽ മൂത്തയാളായിരുന്നു JC മഹീന്ദ്ര. എന്നാൽ ഇദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ മരണപ്പെടുകയാണ്. സ്വാഭാവികമായും കുടുംബത്തിലെ മൂത്ത കുട്ടിയായതുകൊണ്ട്, മൂത്ത ജ്യേഷ്ഠനായതുകൊണ്ട് കുടുംബത്തിന്റെ ഭാരം ഇദ്ദേഹത്തിന്റെ ചുമലിലാവുകയാണ്. എന്നാൽ ഇദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് വിദ്യാഭ്യാസത്തിന്റെ ശക്തിയായിരുന്നു. വിദ്യാഭ്യാസത്തിനും അറിവിനും ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. പല ആളുകളും ഇത് കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, വിദ്യാഭ്യാസത്തിനും അറിവിനും ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? എന്നാൽ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ചിന്തിക്കാത്ത ആളുകളും ഈ ലോകത്തുണ്ട്. വളരെ പ്രാധാന്യത്തോടെ വിദ്യാഭ്യാസത്തെ കണ്ടതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരങ്ങളോട് നന്നായിട്ട് പഠിക്കണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. പല ആളുകളും ഉപദേശിക്കാറുണ്ടെങ്കിലും അത് ജീവിതത്തിൽ പകർത്താറില്ല. പക്ഷേ ഇദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെയിൽ നിന്ന് ഒരു ഡിഗ്രി ആ കാലഘട്ടത്തിൽ തന്നെ സ്വന്തമാക്കുന്നുണ്ട്. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഡിഗ്രി ഉള്ള ആളുകളെല്ലാം വളരെ കുറവ് തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ KC മഹീന്ദ്രയും നന്നായിട്ട് പഠിക്കാൻ തയ്യാറാവുന്നുണ്ടെന്ന് മാത്രമല്ല, കേംബ്രിഡ്ജിൽ അയച്ചാണ് ഇദ്ദേഹത്തെ JC മഹീന്ദ്ര പഠിപ്പിക്കുന്നത്. കേംബ്രിഡ്ജിൽ നിന്ന് നന്നായിട്ട് പഠിച്ച് ഹോണേഴ്സിൽ ഡിഗ്രി സ്വന്തമാക്കിയിട്ടാണ് അദ്ദേഹം നാട്ടിലെത്തുന്നത്. ഇങ്ങനെ തിരിച്ചെത്തുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, JC മഹീന്ദ്ര യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെയിൽ നിന്ന് ഡിഗ്രി സ്വന്തമാക്കിയ ആളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നന്നായിട്ട് പഠിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന് ജോലി കിട്ടുന്നത് ടാറ്റ സ്റ്റീലിലാണ്. 1929 മുതൽ 1940 വരെ നല്ല ശമ്പളത്തോടെ ടാറ്റ സ്റ്റീലിന്റെ സെയിൽസ് മാനേജറായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. പക്ഷെ 1940 രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. സ്റ്റീൽ ഇൻഡസ്ട്രിയെ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ തന്നെ ആ യുദ്ധം ബാധിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗവൺമെന്റിന് ഈ വ്യവസായത്തെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യണം, പിടിച്ചു നിർത്തേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്റ്റീൽ കൺട്രോളറായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം ഇദ്ദേഹത്തിന് വന്നെത്തുകയാണ്. അപ്പം മനസ്സിലാക്കണം, നല്ല രീതിയിൽ ആ വ്യവസായത്തെക്കുറിച്ച് ഗവൺമെന്റ് തലത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനും പഠിക്കാനും പ്രായോഗികവൽക്കരിക്കാനും ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. വർഷം 1945 JC മഹീന്ദ്രയും KC മഹീന്ദ്രയും ഒരു ബിസിനസ് തുടങ്ങണം എന്ന താല്പര്യത്തിൽ നിൽക്കുകയാണ്. ഏത് ബിസിനസ്സാണ് തുടങ്ങുക? ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, അറിയാത്ത സ്ഥലത്ത് പോയി പണം മുടക്കുന്നതിലും ഏറ്റവും നല്ലത് നന്നായി പഠിച്ച് അറിയുന്ന സ്ഥലത്ത് നിക്ഷേപിച്ച് ലാഭമുണ്ടാക്കുക എന്ന കാര്യം ചെയ്യുന്നതിലാണ്. അങ്ങനെ എന്തായാലും നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന, ചെയ്താൽ വിജയിക്കുമെന്ന് തോന്നുന്ന ആ ബിസിനസ്സിൽ മാലിക് ഗുലാം മുഹമ്മദ് എന്ന അന്നത്തെ സമയത്ത് നല്ല രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്ന, നല്ല പണമുണ്ടായിരുന്ന വ്യക്തിയെയും കൂട്ടി ബോംബെയിൽ ഇവരൊരു കമ്പനി ആരംഭിക്കുകയാണ്. മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. 1945 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇന്ത്യക്കകത്ത് തന്നെ ധാരാളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ബഹവൽപൂർ എന്ന നാട്ടുരാജ്യത്തിലെ നവാബുമായി പോലും നല്ല ബന്ധമുള്ള ആളായിരുന്നു മാലിക് ഗുലാം മുഹമ്മദ്. ഈ ഒരു നവാബുമായി മാത്രമായിരുന്നില്ല, മറ്റനേകം മുസ്ലിം നേതാക്കളുമായിട്ടും ഇദ്ദേഹത്തിന് നല്ല ബന്ധം തന്നെ ഉണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞു പോവാണ്, കമ്പനി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ 1947 മറ്റൊരു കാര്യം സംഭവിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടുന്നു. ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഈ സമയത്ത് വലിയ രീതിയിലുള്ള പലായനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഗുലാം മുഹമ്മദ് പാകിസ്ഥാനിലേക്ക് പോവാണ്. എന്നാൽ സാധാരണ ആളുകൾ പലായനം നടത്തുന്നത് പോലെയുള്ള ഒരു പലായനമായിരുന്നില്ല. നല്ല രാഷ്ട്രീയ ബന്ധങ്ങളും കഴിവും ഉള്ളതുകൊണ്ട് പാകിസ്ഥാന്റെ ആദ്യത്തെ ധനകാര്യ മന്ത്രിയായി, ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ജോയിൻ ചെയ്യാനായിരുന്നു ഇദ്ദേഹത്തിന് ക്ഷണം കിട്ടിയത്. അങ്ങനെ 1947 ഇദ്ദേഹം ഈ കമ്പനിയുമായുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള സമയത്ത് KC മഹീന്ദ്ര മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. JC മഹീന്ദ്രയും KC മഹീന്ദ്രയും തങ്ങളുടെ പേരിലേക്ക് ഈ കമ്പനിയെ പൂർണ്ണമായിട്ട് മാറ്റുകയാണ്. അങ്ങനെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് ആ കമ്പനിക്ക് പേര് ലഭിക്കുന്നു. JC മഹീന്ദ്രയുടെ ഉപദേശം സ്വീകരിച്ച് നന്നായിട്ട് പഠിച്ച ആളായിരുന്നു KC മഹീന്ദ്ര. തങ്ങളുടെ തലമുറകളിലേക്കും ഈ ഒരു അറിവ് പകർന്നു നൽകാൻ അവർ തയ്യാറാവുന്നുണ്ട്. നന്നായിട്ട് പഠിക്കണമെന്നാണ് അവരുടെ തലമുറകളോടും അവർ പറഞ്ഞു കൊടുത്തത്. ആ കുടുംബം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ
നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളാണെന്ന് പിൽക്കാലത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. KC മഹീന്ദ്രയുടെ മകനായ കേശുബ് മഹീന്ദ്ര അമേരിക്കയിലെ പെൻസിൽവേനിയയിലെ വാർട്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി സ്വന്തമാക്കുന്നത്. അങ്ങനെ ഡിഗ്രി സ്വന്തമാക്കി അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്ന് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാണ്. നമ്മൾ മനസ്സിലാക്കണം, കുടുംബത്തിന് തന്നെ നല്ലൊരു ബിസിനസ് ഉണ്ട്. പഠിക്കാതെ ആ ബിസിനസ്സിലേക്ക് കയറാനല്ല അവർ ശ്രമിക്കുന്നത്. നന്നായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കമ്പനിയിലെത്തി തങ്ങളുടെ കമ്പനിയെ ഉയർത്താനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത്. ഇങ്ങനെ കേശുബ് മഹീന്ദ്ര ഉന്നത വിദ്യാഭ്യാസം നേടി നാട്ടിലെത്തുന്ന സമയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ശൈശവാവസ്ഥയിലുള്ള സമയമായിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ആ സമയത്ത് ചിന്തിച്ചിരുന്ന ഒരു നീക്കമായിരുന്നു തദ്ദേശീയമായി ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിക്കാൻ പ്രൈവറ്റ് കമ്പനി നടത്തുന്ന ആളുകളെ പ്രേരിപ്പിക്കുക എന്ന കാര്യം. കേശുബ് മഹീന്ദ്ര ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തല്ലോ. ഈ കമ്പനിയെ നോക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ അവകാശിയായിട്ട് ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്ന ആളാണ്. അതുകൊണ്ട് ഗവൺമെന്റ് നിരവധി ആളുകളുമായി ചർച്ച നടത്തുന്ന കൂട്ടത്തിൽ ഇദ്ദേഹവുമായിട്ടും ചർച്ച നടത്തുകയാണ്. പക്ഷെ കേശുബ് മഹീന്ദ്ര അന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ വാഹന നിർമ്മാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒരു തേങ്ങയും അറിയില്ല എന്നായിരുന്നു. എന്നാൽ അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രീമിയർ പത്മിനിയും ഹിന്ദുസ്ഥാൻ ഓട്ടോമോട്ടേഴ്സും മഹീന്ദ്രയും ഒന്നും വാഹനങ്ങൾ നിർമ്മിക്കാൻ മടി കാണിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. കേശുബ് മഹീന്ദ്ര അമേരിക്കയിലാണല്ലോ പഠിച്ചത്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് വില്ലീസ് ജീപ്പില്ലേ, അതിൻ്റെ ഫൗണ്ടറെ കാണാനും പരിചയപ്പെടാനും ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു അവകാശി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ അവസരം വിനിയോഗിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. ഇങ്ങനെ ഇന്ത്യയിൽ തിരിച്ചെത്തി ഈ കാര്യങ്ങളെല്ലാം, ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർത്തിയൊന്ന് ആലോചിച്ച സമയത്ത് വില്ലീസ് ജീപ്പുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചാൽ എന്താണ് എന്ന് മഹീന്ദ്ര തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ ഫൗണ്ടറുമായിട്ട് ഒരു ബന്ധം ആദ്യമേ ഉണ്ട്. അതുകൂടാതെ വില്ലീസ് ജീപ്പിന് മഹീന്ദ്രയിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയാണ്. അതായത് വില്ലീസ് ജീപ്പുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് മഹീന്ദ്ര ഗ്രൂപ്പിൽ എത്തിച്ചേരുന്നു. വെൻഡേഴ്സും സപ്ലയേഴ്സും ഒന്നുമില്ലാതിരുന്ന തരിശു ഭൂമിയിലേക്ക് അങ്ങനെ മഹീന്ദ്ര ജീപ്പുമായി കടന്നു വരികയാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ വർഷവും 2000-ലധികം ജീപ്പുകൾ ഉണ്ടാക്കേണ്ട അവസ്ഥ പോലും മഹീന്ദ്രക്ക് എത്തിച്ചേരുകയാണ്. വലിയ വിജയമായിട്ട് തന്നെ ആ കാര്യങ്ങൾ മാറുന്നു. പതിയെ പതിയെ എൻജിൻ, ബോഡി, ആക്സിൽ, സ്റ്റാമ്പിംഗ് എല്ലാം സ്വന്തമായി തന്നെ മഹീന്ദ്ര നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. 1950 മുതൽ 1990 വരെ ഇന്ത്യയിൽ വാസ്തവത്തിൽ ലൈസൻസ് രാജ് എന്നറിയപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. കളിയാക്കിയും പരിഹാസത്തോടെയുമാണ് ആ കാലഘട്ടത്തെ അങ്ങനെ വിളിച്ചിരുന്നത്. നമുക്കറിയാം, മോഹൻലാൽ ഒരു സിനിമയിൽ ദാക്ഷായണി ബിസ്ക്കറ്റുമായിട്ട് ലൈസൻസിന് വേണ്ടി നടക്കുന്ന ഒരു കാഴ്ചയില്ലേ, ഏതാണ്ട് അതുപോലെയായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. കാരണം ഇന്ത്യ ശൈശവാവസ്ഥയിലായിരുന്നു. എല്ലാ കാര്യങ്ങളും ശരിയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൂടാതെ നമ്മൾ സ്വകാര്യ വ്യവസായത്തെ അത്രത്തോളം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതിനൊരു കാരണം ഇന്ത്യ കൂടുതൽ അടുത്തിരുന്നത് സോവിയറ്റ് യൂണിയനുമായിട്ടായിരുന്നു. ആ കാലഘട്ടം എന്താണെങ്കിലും എല്ലാ ബിസിനസ്സുകാർക്കും പ്രയാസം നിറഞ്ഞ ഒരു സമയം തന്നെയായിരുന്നു. 80ഓളം ഏജൻസികളുടെ ലൈസൻസ് കിട്ടിയാൽ മാത്രമേ ഇന്ത്യയിൽ ഒരു സാധനം മാനുഫാക്ചർ ചെയ്ത് വിപണനം നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇത്തരത്തിൽ കഷ്ടപ്പെട്ട ഒരു ലൈസൻസ് കിട്ടുകയാണെങ്കിലോ വിലയിലും വിപണനത്തിലും എല്ലാം തന്നെ ശക്തമായ ഗവൺമെന്റ് നിയന്ത്രണമുണ്ട്. ചെറുകിട വ്യവസായങ്ങൾ നശിച്ചു പോവാതിരിക്കാനും മോണോപ്പൊളി വരാതിരിക്കാനും എല്ലാമാണ് അത്തരത്തിൽ ഗവൺമെന്റ് അന്ന് നീക്കങ്ങൾ നടത്തിയത് എന്ന് പലപ്പോഴും പറയാറുണ്ട്. എങ്കിലും ബിസിനസ്സുകാർക്ക് കഷ്ടതകൾ നിറഞ്ഞ വർഷം തന്നെയാണ് ആ കാലഘട്ടം സമ്മാനിച്ചത്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കൊക്കക്കോള അടക്കം ഇന്ത്യയിലേക്ക് വന്ന് ഒരു രക്ഷയുമില്ലാതെ തിരിച്ചു പോകുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു. വർഷം 1961 മഹീന്ദ്ര ഗ്രൂപ്പിന് വളരെ മികച്ച ഒരു കോൺട്രാക്ട് കിട്ടുന്നുണ്ട്. ഈ കോൺട്രാക്ട് പ്രകാരം ഇന്റർനാഷണൽ ഹാർവസ്റ്റേഴ്സ് എന്ന കമ്പനിക്ക് ട്രാക്ടേഴ്സ് ഉണ്ടാക്കുക, ട്രക്കുകൾ ഉണ്ടാക്കുക, മറ്റ് ഓട്ടോമൊബൈൽസ് ഉണ്ടാക്കുക, അതുപോലെ അഗ്രികൾച്ചറൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുക എന്നെല്ലാം ഉള്ളതായിരുന്നു നിക്ഷിപ്തമായ ദൗത്യം. 1963 ആവുന്ന സമയത്ത് കേശുബ് മഹീന്ദ്ര ഈ മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ട് മാറുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന്റെ വിജയ മന്ത്രമായിട്ട്, വിജയ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഡൈവേഴ്സിഫിക്കേഷൻ ആയിരുന്നു. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കറിയാം, 1940 ഒരു സ്റ്റീൽ പ്രതിസന്ധി ഇന്ത്യയിൽ വന്നിരുന്നു. ടാറ്റ സ്റ്റീൽസിനെ എല്ലാം നല്ല രീതിയിൽ അത് ബാധിച്ചിരുന്നു. പക്ഷേ ടാറ്റ നമുക്കറിയാം നിരവധി മേഖലകളിൽ പടർന്നു കിടക്കുന്ന ബിസിനസ്സുള്ള കമ്പനിയാണ്. അതുപോലെ മഹീന്ദ്രയെയും വിവിധ ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക എന്ന ദൗത്യമായിരുന്നു ഇദ്ദേഹം പ്രധാനമായിട്ടും ഏറ്റെടുത്തത്. നമ്മൾ നോക്കിയാൽ പല മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ്സുകൾക്കെല്ലാം അടിത്തറ പാകിയതും ഈ കേശുബ് മഹീന്ദ്ര തന്നെയായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് 1991 ഇന്ത്യയിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട്. അതായിരുന്നു ഉദാരവൽക്കരണം. ഈ ഉദാരവൽക്കരണം നടക്കുന്ന സമയത്ത് ബിസിനസ് ചെയ്യാൻ ഇന്ത്യയിൽ കൂടുതൽ എളുപ്പമാവുകയാണ്. ഈ ഒരു ലൈസൻസ് രാജ് എന്ന കാലഘട്ടം മാറി ഇന്ത്യ കൂടുതൽ ബിസിനസ്സുകാർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഫോർഡ് മോട്ടോഴ്സുമായെല്ലാം ചേർന്ന് പാസഞ്ചർ കാറുകൾ അസംബിൾ ചെയ്യാനുള്ള കോൺട്രാക്റ്റും
മഹീന്ദ്ര സ്വന്തമാക്കുകയാണ്. KC മഹീന്ദ്രയുടെ മകനാണല്ലോ കേശുബ് മഹീന്ദ്ര. അതുപോലെ JC മഹീന്ദ്രയുടെ കൊച്ചുമകനാണ് ആനന്ദ് മഹീന്ദ്ര. 1981 തൻ്റെ മഹീന്ദ്ര കുടുംബത്തിൻ്റെ പാരമ്പര്യം പോലെ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA ബിരുദം സ്വന്തമാക്കി 1981 ഇദ്ദേഹം മഹീന്ദ്ര ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാണ്. ആനന്ദ് മഹീന്ദ്ര എന്ന പേര് ഒരു പക്ഷേ മഹീന്ദ്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാ ആളുകളുടെയും മനസ്സിലേക്ക് ഓടി വരുന്നൊരു പേരാണ്. കാരണം അദ്ദേഹം ഈ കമ്പനിയുടെ വളർച്ചയിൽ വളരെ വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. 1986 അതായത് 1981 ഇദ്ദേഹം ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. 5 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹമാണ് ടെക് മഹീന്ദ്ര സ്ഥാപിക്കുന്നത്. ടെക് മഹീന്ദ്ര നമുക്കറിയാം IT കൺസൾട്ടൻസി ആൻഡ് ഔട്ട്സോഴ്സിംഗ് കമ്പനിയാണ്. ഈ കമ്പനി വളരെ വലിയ വിജയമാണ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഉണ്ടാക്കുന്നത്. IT മേഖലയിൽ 1.5 ലക്ഷത്തിലധികം ആളുകൾ പ്രവർത്തിക്കുന്ന 100ഓളം രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ കമ്പനിയാണ് ഇന്ന് ടെക് മഹീന്ദ്ര. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കേശുബ് മഹീന്ദ്ര തൻ്റെ വിജയ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബിസിനസിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ. ഏതെങ്കിലും ഒന്ന് വിജയിച്ചാൽ അതിൽ തന്നെ ഇരിക്കാതെ മറ്റ് മേഖലയിലേക്ക് കൂടെ കടക്കുക എന്നത് വലിയ വലിയ ബിസിനസ്സുകാരെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേ പാത തന്നെയാണ് ആനന്ദ് മഹീന്ദ്രയും പിന്തുടരുന്നത്. 1981 ഈ കമ്പനിയിൽ ആനന്ദ് മഹീന്ദ്ര ജോയിൻ ചെയ്തുവെങ്കിലും 1989 ഒക്കെ ആകുമ്പോൾ നല്ല ശബ്ദം തന്നെ, അതായത് ഈ കമ്പനിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രധാന പദവിയിലേക്കെല്ലാം അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഈ സമയത്തും കേശുബ് മഹീന്ദ്ര തന്നെയായിരുന്നു മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ചെയർമാൻ. 2000 ബൊലേറോയും 2002 സ്കോർപിയോയും 2010 താറുമെല്ലാം തങ്ങളുടെ ഫസ്റ്റ് വേർഷൻസ് പുറത്തിറക്കുന്നുണ്ട്. ഈ വാഹനങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ വേർഷൻസ് വരുമ്പോൾ ആളുകൾ ആരാധനയോടെ കാത്തിരിക്കുന്ന ഒരു വാഹനമാണ്. ധാരാളം ആരാധകരുള്ള ഒരു വാഹനവുമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വാഹനങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ മഹീന്ദ്രയുടെ മറ്റ് വാഹനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ, ഞാൻ വിട്ടുപോയ മോഡലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതാവുന്നതാണ്. എന്താണെങ്കിലും 2012 വരെ കേശുബ് മഹീന്ദ്രയായിരുന്നു മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ചെയർമാൻ. ഈ വലിയ വിപ്ലവകരമായിട്ടുള്ള വാഹനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിലാണ് മഹീന്ദ്ര പുറത്തിറക്കുന്നത്. എന്നാൽ 2012 മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ചെയർമാനായി സ്ഥാനമേൽക്കുന്നത് ആനന്ദ് മഹീന്ദ്രയാണ്. ആനന്ദ് മഹീന്ദ്ര കമ്പനിയിൽ ജോയിൻ ചെയ്ത് അധിക വർഷമാവുന്നതിന് മുന്നേ തന്നെ നിരവധി കമ്പനികൾ തുടങ്ങാനും കമ്പനികളുടെ വിജയത്തിന് വേണ്ടിയുമെല്ലാം നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ 2012 ഇദ്ദേഹം കമ്പനിയുടെ ചെയർമാനായിട്ട് മാറുമ്പോൾ ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ പല മേഖലകളിലേക്കും ഇദ്ദേഹം കമ്പനിയെ വളർത്തുന്നുണ്ട്. കേശുബ് മഹീന്ദ്രയുടെ കാര്യം നോക്കുകയാണെങ്കിലും ആനന്ദ് മഹീന്ദ്രയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഇനി അതുമല്ല മറ്റ് പല കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിലും ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങി അതിനെ പൂർണ്ണമായിട്ടും വിജയിപ്പിച്ചെടുക്കുക എന്നത് മാത്രമല്ല, മറ്റ് വിജയിച്ചു വരുന്ന ബിസിനസ്സുകളെ വലിയ വില കൊടുത്ത് മേടിക്കുന്നതും അതുപോലെ തകർന്നിരിക്കുന്ന ഭാവിയുള്ള ബിസിനസ്സുകളെ സ്വന്തമാക്കുന്നതും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. 1999 ഗുജറാത്ത് ട്രാക്ടേഴ്സ് എന്ന കമ്പനി ഗുജറാത്ത് ഗവൺമെന്റിൽ നിന്നുമാണ് ഇവർ വില കൊടുത്തു വാങ്ങുന്നത്. 2007 നോക്കുകയാണെങ്കിൽ പഞ്ചാബ് ട്രാക്ടേഴ്സ് ലിമിറ്റഡും ഇവർ അങ്ങനെ സ്വന്തമാക്കുന്നുണ്ട്. അതായത് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണല്ലോ, അതുകൊണ്ട് എന്താണെങ്കിലും ട്രാക്ടറുകളുടെ ആവശ്യമുണ്ട്. അപ്പൊ ആ മേഖലയിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനാണ് അത്തരം നിക്ഷേപങ്ങൾ ഇവർ നടത്തുന്നത്. 2008 നോക്കുകയാണെങ്കിൽ കൈനറ്റിക് മോട്ടോഴ്സിനെ ഇവർ വില കൊടുത്തു വാങ്ങുന്നുണ്ട്. ഇരുചക്ര വാഹന വിപണിയിലേക്കുള്ള പ്രവേശനമാണ് അതിലൂടെ നടന്നത്. ഇന്ത്യയിൽ മാത്രമല്ല ഇത്തരത്തിൽ ഇവർ കമ്പനികളെ വില കൊടുത്തു വാങ്ങുന്നത്. സൗത്ത് കൊറിയയിലെ യെസാങ് യാങ് മോട്ടോഴ്സ് എന്ന കമ്പനിയെയും ഇവർ വില കൊടുത്തു വാങ്ങുന്നുണ്ട്. 2017 നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോമാക്സ് അഗ്രി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന കമ്പനിയെയും ഇവർ വില കൊടുത്തു വാങ്ങുന്നുണ്ട്. ഞാൻ ഈ എണ്ണി പറഞ്ഞത് മഹീന്ദ്ര ഗ്രൂപ്പ് വില കൊടുത്തു വാങ്ങിയ ഏതാനും കമ്പനികളെ മാത്രമാണ്. മറ്റനേകം കമ്പനികളെയും ഇവർ സ്വന്തമാക്കുന്നുണ്ട്. അതായത് സ്റ്റീലിൽ തുടങ്ങി ജീപ്പിലൂടെയും ട്രാക്ടറിലൂടെയും കടന്ന് സോഫ്റ്റ്വെയർ, EV, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിൽ മഹീന്ദ്ര ഗ്രൂപ്പ് ഇന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുന്നു. പിന്നെ മഹീന്ദ്ര ഗ്രൂപ്പിന്റെ കഥ പറയുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു പേരാണല്ലോ കേശുബ് മഹീന്ദ്ര. അദ്ദേഹം മരണപ്പെട്ടിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല. 2023 ഏപ്രിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 99ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതായത് ഒരു വലിയ കരിയർ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നു. ഇതേ കാരണം കൊണ്ട് മഹീന്ദ്ര ഗ്രൂപ്പിനെയും അതുവഴി ഇന്ത്യയിലെ വ്യവസായത്തെയും വലിയ ഉയർച്ചയിലെത്തിച്ച ഒരാളായിട്ട് കേശുബ് മഹീന്ദ്ര എന്ന പേര് ചരിത്രം വിലയിരുത്തുന്നു. എന്താണെങ്കിലും വളരെ വലുതായിരിക്കുന്ന, ഇന്റർനെറ്റിലൊന്നും പെട്ടെന്ന് തിരിഞ്ഞാൽ കിട്ടാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും ക്രോഡീകരിച്ച് മഹീന്ദ്ര ഗ്രൂപ്പിന്റെ കഥ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. പക്ഷേ വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല. ഈ കഥയിൽ നിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. കൃത്യമായിട്ടുള്ള അവസരത്തിൽ നമ്മൾ പ്രവർത്തിക്കണം.
അതുപോലെ ഒരു വരുമാന സ്രോതസ്സിനെ മാത്രം ആശ്രയിച്ച് നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മുടെ വരുമാനം പലതായിട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ട്. നമ്മൾ പണം കൊടുത്ത് തട്ടിപ്പിലൂടെ ഒന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രാധാന്യം നമുക്ക് കിട്ടുന്നതല്ല. നമ്മൾ അറിവ് എവിടെ നിന്നെല്ലാം കിട്ടുന്നോ അവിടെ നിന്നെല്ലാം സ്വീകരിക്കുക, അതിനുശേഷം അത് ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുക. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള ഫാക്റ്റുകളായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യത്തിൽ ഉപരി ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കും. ഈ കഥയിൽ നിന്ന്, ഈ ചരിത്രത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന കാര്യം കമൻറ്റിൽ എഴുതണം. കാരണം ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടാൻ സാധ്യതയേറെയാണ്. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.